ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് ഒരു കൂട്ടർ പറയുന്നു, അത് പുറത്തു വിടരുതെന്ന് അതിനകത്ത് മൊഴി കൊടുത്തവർ തന്നെ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അത് പുറത്തു വിടേണ്ടതാണോ, പുറത്ത് അല്ലെങ്കിൽ ആളുകൾ വലുതായിട്ട് ചർച്ച ചെയ്യേണ്ടതാണോ, എന്താണ് അഭിപ്രായം? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്നത് ആ ഒരു റിപ്പോർട്ട് മാത്രമായിട്ട് നമുക്ക് കണക്കാക്കരുത്. കാരണം കേരളത്തിൽ ധാരാളം കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പല കമ്മീഷൻ്റെ റിപ്പോർട്ടുകളും പുറത്തു വിട്ടിട്ടുമില്ല. അതുപോലെ ഇനിയും പുതിയ ധാരാളം കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിനകത്ത് നേരത്തെ കാലത്ത് ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ മൊഴികൾ പലതും പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിനെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇതിനകത്ത് കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, അതിനകത്ത് കുറ്റവാളികളായിട്ടുള്ള ആളുകളും ഇത് സമൂഹ മധ്യത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടും എന്നൊരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാണ് പല റിപ്പോർട്ടുകളും അവർ വെളിച്ചം കാണാതിരിക്കുന്നത്. പല റിപ്പോർട്ടുകളും അതിന് ശേഷമുള്ള നടപടികളും എടുത്തിട്ടില്ല. ഇത് രണ്ടും നമ്മൾ കൂട്ടി വായിക്കണം. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ സെൻസേഷനായിട്ടുള്ള സബ്ജക്റ്റാണ്. ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ഇതിന് ചില താല്പര്യ കക്ഷികൾക്ക് ഇതിന് പ്രയോജനപ്പെടുന്നുണ്ട്, വേറെ ചില താല്പര്യ കക്ഷികൾക്ക് ഇത് പുറത്തു വിട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിലാരാണ് താല്പര്യ കക്ഷികൾ, ആരൊക്കെയാണ് താല്പര്യ കക്ഷികൾ എന്നുള്ളതാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ള മൈലേജ് ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടാനുണ്ട്, വേറൊരാളുകൾക്ക് അവരുടെ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഇമേജിനെ തകർക്കുന്നതാണ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട രണ്ട് വിഷയങ്ങൾ. ഈ രണ്ട് വിഷയങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എക്സ്പോസ് ചെയ്യണോ അല്ലെങ്കിൽ പുറത്തു വിടണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരാളും കൂടെ ഉണ്ട്. ആരാണ് അദ്ദേഹം? അവരെന്ന് പറഞ്ഞാൽ ഈ മൊഴി പറഞ്ഞിരിക്കുന്ന ആളുകളാണ്. മൊഴി കൊടുത്തിരിക്കുന്ന ആളുകൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വന്നു കഴിഞ്ഞ റിപ്പോർട്ടുകൾ അവർ സത്യസന്ധമായി അവർ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, ഉത്തരം പറഞ്ഞിട്ടുണ്ടാവാം. ആ റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത് അവർ നല്ല ഉദ്ദേശത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ ഒരാൾ എന്ന് പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ആധികാരികമായ ഒരു ഡോക്യുമെൻ്റ് ആണെന്നും ഈ ഡോക്യുമെൻ്റ് ഇന്ന് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഇത് നിലനിൽക്കും അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുമെന്നും അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നവരാണ്. ഇതിൻ്റെ ഇടയിൽ വേണം ഗവൺമെൻറ് ഒരു തീരുമാനം അല്ലെങ്കിൽ കോടതി എടുക്കേണ്ട തീരുമാനം. അപ്പോൾ ഈ രണ്ട് തീരുമാനങ്ങളുടെ ഇടയിൽ എന്ന് പറയുന്നത് ഞാൻ വളരെ രസകരമായ ഒരു ട്രിക്കി സബ്ജക്റ്റായി സത്യം പറഞ്ഞാൽ. ചില ആളുകൾ അവർ ഉള്ളു തുറന്ന് സംസാരിക്കും, ചില ആളുകൾ പൊതിഞ്ഞ് സംസാരിക്കും. പൊതിഞ്ഞ് സംസാരിക്കുന്ന ആളുകൾ ആരെയും കുറ്റപ്പെടുത്താതെ പറയും. ചില ആളുകൾ വളരെ ഭയങ്കരമായിട്ട് അനുഭവിക്കപ്പെട്ട ആളുകൾ ആളെ വ്യക്തിപരമായി പേരെടുത്ത് തന്നെ പറയും. ഈ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളായിരിക്കാം ഇപ്രാവശ്യത്തെ ഈ ഇത് റിപ്പോർട്ട് സംസ്കരിക്കണം എന്ന് പറയുന്നതും അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യരുത് പറയുന്നതും. അതിൽ രഞ്ജിനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആക്ട്രസോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആക്ട്രസ്മാരോ ഇത് അതിലൊരു ടൂള് മാത്രമാണെന്നാണ് ഞാൻ കാണുന്നത്. അതേസമയം വിമൺ ഇൻ കളക്റ്റീവ് എന്നും പറഞ്ഞിട്ട് സ്ത്രീകളുടെ സംഘടനകളുണ്ട്. അവർ ഇക്കാര്യത്തിൽ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടുമില്ല. അത് റിപ്പോർട്ട് പുറത്തു വിടണമെന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന് രഞ്ജിനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഇവർക്ക് കിട്ടാവുന്ന ചാൻസുകൾ ഇല്ലാതാവുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരു വിഭാഗവും ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു 3-4 ഏരിയയിൽ വെച്ചുകൊണ്ട് വേണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. കാരണം നാളെ ഭാവിയിൽ ഇതുപോലുള്ളൊരു ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലും പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൻ്റെ അകത്ത് ഉണ്ടാവരുതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സിനിമാ ഫീൽഡിൽ ഉണ്ടാവരുതെന്ന് പറയാൻ കാരണം, സിനിമയുമായി ബന്ധപ്പെടുന്ന എല്ലാ അനുബന്ധ കലാരൂപങ്ങൾ, അതിപ്പോൾ ട്രോളായിക്കോട്ടെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപയോഗിക്കുന്ന മറ്റ് പരിപാടികളായിക്കോട്ടെ, ഇതെല്ലാം സമൂഹത്തെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുകയും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖല എന്ന് പറയുന്ന വലിയൊരു മാധ്യമ മേഖല ക്ലീനായിരിക്കണം, നീറ്റായിരിക്കണം, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ സത്യസന്ധവുമായിരിക്കണം. ഇത് രണ്ടും കാണുന്നില്ല. കാരണം ഇതൊരു പണ്ട് കാലത്ത് നടന്നിരുന്ന കലാമേഖലയുടെ അനുബന്ധമായിട്ട് അതിൽ തെറ്റും കുറ്റങ്ങളും എല്ലാം കൂടി ചേർന്നും കൊണ്ട് ഉള്ള ഒരു മിക്സ്ചറാണ് ശരിക്കും പറഞ്ഞു. ഒരു ചെളിക്കുണ്ട് പോലെയാണ് എന്ന് പൊതുവേ പണ്ട് കാലത്ത് പറയുമായിരുന്നു. പഴയ കാലത്ത് ആളുകൾ സിനിമാ മേഖലകളിൽ പോകുന്നതിന് ആളുകൾ എതിർത്തിരുന്നതിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു കാരണമില്ലാതായിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണം. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരെന്താണ് ഗവൺമെൻറ്റിനോട് പറയേണ്ടത് എന്ന് കൃത്യമായി അവർ പറയുകയും
ആളുകളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ പബ്ലിഷ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള എല്ലാ വിഭാഗത്തിലെ ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു ക്യാമറയുടെ അസിസ്റ്റൻറ്റ്, ഇനി അതല്ല ടെക്നിക്കലി ഈ ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററുടെയൊക്കെ സഹായിയായിട്ട് വരുന്ന ആൾക്കാർ, സംവിധാന സഹായമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ന ആൾ വരുന്ന സ്ത്രീകൾ, ഈ സ്ത്രീകൾക്ക് തങ്ങളുടെ അവസരങ്ങൾ, ജോലി സ്ഥിരത ഉറപ്പാക്കണമെങ്കിൽ ആ പുരുഷൻ പറയുകയാണ്, നീ ഞാൻ പറയുന്ന പോലെ കേൾക്കണം, നീ ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം എന്ന് പറഞ്ഞ് അവരെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കുന്നതിനെയാണ് നമ്മൾ പീഡനം എന്ന് പറയുന്നത്. അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പലരും പറഞ്ഞ ഒരു പരാതി. അതുകൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രിയിലെ പല പ്രശ്നങ്ങളും തങ്ങൾക്ക് അവതരിപ്പിക്കാൻ ഒരു കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഹേമ കമ്മീഷൻ വരുന്നത്. ഈ കമ്മീഷൻ്റെ അടുത്ത് പല കാര്യങ്ങളും ഇവർ തുറന്നു പറയുന്നു. ഈ തുറന്നു പറയുന്നതിൻ്റെ ആരോപണ ശരങ്ങൾ വന്നു കൊള്ളുന്നത് ചിലപ്പോൾ നടനിലായിരിക്കാം, സംവിധായകനിലായിരിക്കാം, ക്യാമറാമാനിലായിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ ഇത് തുറന്ന് പറയപ്പെട്ടു, ഇന്നയാൾ എന്നെ ഇന്ന ഉപദ്രവിച്ചു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് എന്നെ ഇന്ന പോലെ ചെയ്യാത്തതുകൊണ്ട് എന്നെ ഫിലിം ഫീൽഡിൽ നിന്ന് ഔട്ടാക്കി, ഈ കാര്യങ്ങൾ അവർ പുറത്തുവിടണം. ഈ പുറത്തുവിട്ടെങ്കിൽ മാത്രമല്ല ഇന്നയാളുടെ ഒരു തനി സ്വരൂപം പുറത്തു വരികയുള്ളൂ. അയാൾ എന്തൊക്കെ ചെയ്തു, അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വിടുകയുള്ളൂ. അപ്പോൾ ഈ മുഖം മൂടി അഴിഞ്ഞു വിടുമ്പോൾ അതിനകത്ത് സൂപ്പർ സ്റ്റാർ ഉണ്ടോ, അതോ ഇടയിലുള്ള സ്റ്റാറാണോ, ലോവർ ലെവലിലുള്ള സ്റ്റാറാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ പുറത്ത് വിടണമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു, മറു കൂട്ടർ പറയുന്നത് വേണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കുന്നത് രഞ്ജിനി എന്ന് പറയുന്ന ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു. പിന്നീട് അവർ സിനിമയൊക്കെ വിട്ടുപോയി, വീണ്ടും ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഇതിനിടയിൽ അവർ ചില മൊഴികൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ നൽകിയ മൊഴികൾ തന്നെയാണോ, കൃത്യമായിട്ട് അതൊന്ന് പുറത്ത് വരണം, അതറിഞ്ഞതിന് ശേഷം പുറത്ത് വിട്ടാൽ മതി. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൂളാണെങ്കിലോ. അപ്പോൾ ആരൊക്കെയോ ചലിപ്പിക്കുന്ന യന്ത്രങ്ങളായിട്ട് ചില ആളുകൾ മാറുന്നു. അവർ ഈ ഹേമ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വരുന്നു. ഇത് ശരിയായ ഒരു നിലപാടാണോ? തീർച്ചയായിട്ടും അല്ലല്ലോ. അത് ഇത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇത് എല്ലാ കാരണത്തിലും ചൂഷണങ്ങളുണ്ട്. കാരണം ഇതൊരു വലിയ താഴേന്ന് മോളി വരെ ചെല്ലുന്ന, സൂപ്പർ സ്റ്റാർ വരെ എത്തുന്ന തരത്തിലുള്ള ഒരു ചൂഷക സംഘത്തിൻ്റെ ഒരു കൂട്ടമാണ്. ഇവിടെ ചൂഷണം ചെയ്യപ്പെടാത്ത ആരുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അത്രയേ ഉള്ളൂ. ചൂഷണം ചെയ്യപ്പെടാത്ത ആളുകളില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആദ്യകാലങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നു, അതിനുശേഷം അവർ കുറേ കാലം കഴിയുമ്പോൾ അവർ ചൂഷകരായി മാറുന്നു. ഈ റാഗിങ് ചെയ്യുന്ന മാതിരിയാണ്. ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ റാഗ് ചെയ്യപ്പെട്ടു, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വർഷങ്ങളിൽ 3 വർഷം ഞാൻ മറ്റുള്ളവരെ റാഗ് ചെയ്യും എന്നുള്ള നിലയിലാണ് റാഗിങ്ങിൻ്റെ സിസ്റ്റം പോകുന്നത്. അതെ, എന്ന് പറയുന്ന പോലെ ചൂഷണവും അങ്ങനെ തന്നെ. എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പുറത്തു വന്നില്ലെങ്കിൽ പിന്നെയും ഈ ചൂഷകർക്ക് ഒരു അവസരമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം നാളെയും ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെ ഫിലിം ഫീൽഡിൽ നിന്ന് ഞാൻ ഔട്ടാക്കും, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അടുത്ത വർക്കിൽ നിന്ന് നിന്നെ പുറത്താക്കും. അപ്പോൾ നിനക്ക് ഒരു വർക്കും കിട്ടില്ല, നിനക്കൊരു പല ആളുകളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണിത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ സിനിമയുടെ ലൈം ലൈറ്റിൽ തിളങ്ങുന്ന ആളുകൾ മാത്രമല്ല, താഴെ തട്ടി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഭക്ഷണം വിളമ്പാനായി എത്തുന്ന കാറ്ററിംഗ് ടീം ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്ന ആളുകളിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നതെങ്കിൽ അവർ പറഞ്ഞ മൊഴികളുണ്ട്. ആ മൊഴികൾ മറ്റാരുടെയെങ്കിലും നേരെയുള്ള ഒരു കൂരമ്പായിട്ട് വരും. ആ കൂരമ്പ് പുറത്തേക്ക് വിടണം. സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് എല്ലാ കാര്യങ്ങളും പുറത്തു വിടാൻ പറ്റില്ല, ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് പുറത്തു വിടണം. ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് എല്ലാവരും കാണണം, വായിക്കണം, മനസ്സിലാക്കണം. ഇന്ന ആൾക്കാർ ഇന്ന പരാതി പറഞ്ഞു, ഇന്നവർക്കെതിരെയാണ് ആരോപണം, അവർക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്. അല്ലെ അവർക്ക് ഈ കമ്മീഷനിൽ മറുപടി പറയാമായിരുന്നു. ഇനി അതൊന്നും പറ്റിയില്ല, ഇവർ ഞങ്ങൾക്കെതിരെ മോശം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കേസിനെ ഭയപ്പെടുന്ന, അത്തരത്തിലുള്ള സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ പേടിക്കുന്ന കുറേ ആൾക്കാർ ഈ സിനിമ ഫീൽഡുണ്ട്. എന്തായാലും മലയാള സിനിമ എന്ന് പറയുന്നത് നമ്മളെല്ലാം പൈസ കൊടുത്ത് കാണുന്നതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അറിയാനുള്ള ബാധ്യത പൊതുജനം എന്ന നിലയിൽ നമുക്കുണ്ട്. അപ്പം നമ്മളത് അറിയണം. അപ്പോൾ എന്തിനാണ് ഇവിടെ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്? നമ്മൾ പോലും അറിയാത്ത ചില നിർമ്മാതാക്കളുടെ പേരിലാണ് കേസുമായിട്ട് പോകുന്നത്. ഈ കേസ് കൊടുത്തിട്ട് പറയും കോടതി ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു, ഇനി അടുത്ത വിധി അടുത്ത ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ അനന്തമായി നീണ്ടു. ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും അതാണല്ലോ. ഗുണം ചില ആളുകൾക്കും ദോഷം അതിൽ അനുഭവിക്കുന്ന ആളുകൾക്കുമാണല്ലോ. അതെ, നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കത് ചെയ്യാം. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്, അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ എന്തിനാണ് മടിക്കുന്നത്? ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു, ചില ആരോപണങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചില ആളുകളുടെ ഇമേജ് തകർന്നു പോകും. ഇമേജ് തകർന്നു പോകുന്ന പറഞ്ഞാൽ നമുക്കറിയാം, സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഓൾവേസ് അവരൊരു നിർമ്മാതാക്കൾ മാത്രമല്ല, അവർ ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കാം, അവർ മറ്റെന്തെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം, കച്ചവടക്കാരായിരിക്കാം, രാഷ്ട്രീയക്കാരായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു സൈഡ് ബിസിനസ് എന്ന നിലയിൽ സിനിമാ നിർമ്മാണവുമായി രംഗത്ത് വരുന്നത്. ഈ രംഗത്ത് വരുന്നതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. മറ്റ് ഒന്നും രണ്ടും സിനിമകൾ മാത്രം എടുത്തിട്ടുള്ള ആളുകൾ ധാരാളം പേരില്ലേ. ഇപ്പം നമുക്കറിയാം 1921 എടുത്ത ആളെന്ന് പറയുന്നത് 2 സിനിമയെ അദ്ദേഹം എടുത്തുള്ളൂ, മണ്ണിൽ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം സിനിമ എടുത്തു, 2 സിനിമ എടുത്തു. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മതപരമായ കാര്യം അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നായിരിക്കാം, അതിനായിരിക്കും 2 സിനിമ എടുത്തത്. അതുപോലെ മറ്റ് ചില ആളുകൾ ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെ സിനിമ എടുത്തവരുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല.
അതെ അതെ, അത് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരും ഈ സമൂഹത്തിലുണ്ടല്ലോ. ഉണ്ട്. കാരണം ഇതൊരു തുറന്ന പുസ്തകവും തുറന്ന മേഖലയും ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെ എന്തെങ്കിലും ഒരു ചൂഷണം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനവും പുറത്തു വരണ്ടേ? കാരണം ഇവർ സിനിമ എടുക്കുന്നത് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു, ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ കലാപരമായി സിനിമയ്ക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർ ജീവിതം സമർപ്പിച്ച ആളുകളൊന്നുമല്ല. അപ്പോൾ അവർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ടായിരുന്നു, ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ സിനിമ നിർമ്മാതാക്കൾ വരുമ്പോൾ ഇവരെ ഒപ്പം കൂടുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കിട്ടുന്ന വലിയ ഹ്യൂജ് ആയിട്ടുള്ള വരുമാനവും പ്രശസ്തിയും, പിന്നെ അത് അനുബന്ധമായിട്ടുള്ള പണം വരാനുള്ള മാർഗങ്ങളും, അത് എല്ലാ തരത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് എല്ലാവരും ഇക്കാര്യത്തിൽ തുല്യമായിട്ട് ഇതിനകത്ത് പങ്കാളികളാണ്. പക്ഷേ റിപ്പോർട്ട് ഈ രംഗം സംശുദ്ധമാക്കണമെങ്കിൽ, ഈ രംഗം ക്ലീനാക്കി കുറച്ചും കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ മാധ്യമം മാറണമെന്നുണ്ടെങ്കിൽ, ഇതൊരു വലിയ മാധ്യമമാണ്, ഇതിനകത്ത് ചെറിയ മാധ്യമമൊന്നുമല്ല. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്ത് തന്നെ പറ്റും. എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വരികയാണെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ അപ്പോൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വിശദമായി സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.